എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇനി വരാൻ പോകുന്ന VFA പരീക്ഷ, ഇവയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള കിടിലൻ ക്ലാസ്സാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ച 50 ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച 50 ചോദ്യങ്ങൾ എന്നുള്ള ക്ലാസ്സിൻ്റെ പാർട്ട് 1 വന്നിരിക്കുന്നത്. ഇത് ഫയർമാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പാർട്ട് 2 ക്ലാസ് കൂടിയാണ്, പാർട്ട് 3 ക്ലാസ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഞാൻ 2 പാർട്ട് ഫയർമാന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ് കാണുക. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കണ്ടൻറ്റ് തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടണോ, നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടാൽ മതി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതിനകത്ത് ചോദ്യങ്ങൾ മാത്രമല്ല, വെറും 50 ചോദ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉത്തരങ്ങൾ മാത്രമല്ല, അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. സോ ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറിയും ഉണ്ട്. ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, പാസീവ് വോയിസ് ഓഫ് ദേ ബിൽറ്റ് ദിസ് ഹൗസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ട കാര്യം ING വന്നാൽ ബീയിങ് പ്ലസ് V3. ചോദ്യത്തിൽ ING വന്നാൽ ബീയിങ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ചോദ്യത്തിൽ ഹാസ്, ഹാവ്, അതേപോലെ ഹാഡ് വന്നാൽ ബീൻ ഉണ്ടോ എന്ന് നോക്കണം. ബീൻ. വില്ലും, ഷാളും, ക്യാനും, കുഡും, മേയും, മൈറ്റും, മസ്റ്റും തുടങ്ങിയ മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ ബി ഉണ്ടോ എന്ന് നോക്കണം. പ്ലസ് V3 ആണ്. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ്. ഇത് മൂന്നും അല്ലാത്ത ടൈപ്പാണ്. അതായത് ബിൽറ്റ്, ഇത് മൂന്നും അല്ലാത്തൊരു ടൈപ്പ് ഉണ്ട്. ING ഇല്ല, ഹാസും ഹാവും ഹാഡും ഇല്ല, വില്ലും, ഷാളും, ക്യാനും, കുഡും ഇല്ല. അവിടെ അതൊന്നുമില്ല. അവിടെ ബിൽറ്റ് എന്ന് പറയുന്ന വെർബേ ഉള്ളൂ, ബിൽറ്റ്. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. V1 ആണ് വരുന്നതെങ്കിൽ ഉത്തരത്തിൽ ഈസ് ആം ആർ പ്ലസ് V3. ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ പാസീവ്, ആക്റ്റീവ് പാസീവ് വോയിസിനെ കുറിച്ച് ഒന്നും അറിയണ്ട. നിങ്ങൾ ഈ ഫോമിലുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. V2 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന ഓപ്ഷൻ കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പാസീവ് വോയിസ്, ഇത്രയേ ഉള്ളൂ. ഇപ്പം ചോദ്യത്തിൽ V1 എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം, പ്രസൻറ്റ് വെർബ്. ഇപ്പം നിങ്ങൾ ഈറ്റ് എന്ന് പറയുന്ന വെർബ് കണ്ടാൽ ഉത്തരം ഈസ് ഈറ്റൺ, അല്ലെങ്കിൽ ആം ഈറ്റൺ, അല്ലെങ്കിൽ ആർ ഈറ്റൺ. അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കണം. ഏറ്റ്, അതിൻ്റെ പാസ്റ്റ് ആണ് കാണുന്നത്. അപ്പം വാസ് ഈറ്റൺ അല്ലെങ്കിൽ വേർ ഈറ്റൺ ഉണ്ടോ എന്ന് നോക്കണം. ഈറ്റിങ്, ബീയിങ് ഈറ്റൺ ഉണ്ടോ എന്ന് നോക്കണം. ഹാസ് ഈറ്റൺ, ബീൻ ഈറ്റൺ ഉണ്ടോ എന്ന് നോക്കണം. വിൽ ഈറ്റ്, വിൽ ബി ഈറ്റൺ ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ബി ഉണ്ടോ എന്ന് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ V1 വന്നാൽ ഈസാം ആർ പ്ലസ് V3, V2 വന്നാൽ വാസ് ഓർ വെയർ പ്ലസ് V3, ING വന്നാൽ ബീയിങ് പ്ലസ് V3, ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ ബീൻ പ്ലസ് V3, വില്ല്, ഷാള്, ക്യാന്, കുഡ് വന്നാൽ ബി പ്ലസ് V3. ഇനി ഒരു കാര്യം പറയാം, ഇത്രയേ ഉള്ളൂ പാസീവ് വോയിസ്. ഞാൻ പാസീവ് വോയിസ് എന്ന് പറയുന്ന വലിയ ടോപ്പിക്ക് ചുരുക്കി പറഞ്ഞിരിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു ഒറ്റ കോഡ് മതി. ഇനി പറ, ബിൽറ്റ് V2 ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിൽ വാസോ വെയറോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നോക്കാം. ഇതാ കിടക്കുന്നു വാസ്. ഇനി നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഉത്തരം അങ്ങ് എഴുതിക്കോ. ദിസ് ഹൗസ് വാസ് ബിൽറ്റ് ബൈ ദം. വേറെ ഒന്നും വരത്തില്ല. ബിൽറ്റ് V2 ആ. ബിൽറ്റിൻ്റെ V1 ബിൽഡാ. ഓക്കെ. ഹീ ഡാഷ് ഇൻ കൊച്ചി സിൻസ് 2020. ഓക്കെ. ഹീ ഡാഷ് ഇൻ കൊച്ചി സിൻസ് 2020. ഏതാണ് ശരി ഉത്തരം കൊടുത്തിരിക്കുന്നത്? ഏതാണ്? ഹീ ഡാഷ് ഇൻ കൊച്ചി സിൻസ് 2020. ഒരു സെൻറ്റൻസിൽ സിൻസും ഫോറും വന്നാൽ ടെൻസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആ വരേണ്ടത്. സിൻസും ഫോറും അവസാനം വന്നിട്ട് ടൈം തരുവാണെങ്കിൽ. ഉദാഹരണം, ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 4 o'clock. ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ചലഞ്ചറ ഫോർ ദ ലാസ്റ്റ് 8 months. ഫോറും സിൻസും വന്നാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആ വരണ്ടേ. അത് ഓപ്ഷനിൽ ഇല്ലെന്നിരിക്കട്ടെ. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉണ്ടോ എന്ന് നോക്കണം. ഒരുപാട് തവണ ചോദിച്ചതാ ഹാസ് ഓർ ഹാവ് പ്ലസ് V3. രണ്ടും ചേരും. കാരണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും. ഞാൻ ടെൻസിൻ്റെ പേര് കൂടുതൽ പറയാത്തത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. നിങ്ങൾ നോക്കുമ്പോൾ സിൻസും ഫോറിൽ അവസാനിക്കുന്നുണ്ട്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഉണ്ടോ നോക്കണം. ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഹാസ് V3 ഉണ്ട്. അപ്പോൾ ഉത്തരം അതാ,
he has lived in Kochi since 2020. Okay, he has lived in Kochi since 2020. I have known him since childhood. എന്ന് പറഞ്ഞ അർത്ഥം അവനെ കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയാം എന്നാണ്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സെൻറ്റൻസിൽ ഈ ടെൻസ് അത് കറക്റ്റ് യോജിക്കുന്നില്ല എന്നുള്ളെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തിരുന്നത് ഹാസ് ലിവ്ഡ് ആണ്. കറക്റ്റ് സെൻറ്റൻസ്: ഹി ഡോണ്ട് നോ മീ, ഹി ഡസിൻ നോ മീ, ഹി നോട്ട് നോ മീ, ഹി ഡിഡിൻറ്റ് നോസ് മീ. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹി എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഡു വരത്തില്ല, ഡസ്സേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഹി ഡസിൻറ്റ് നോ, ഡസിൻറ്റ് നോ, ഡസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ V1 എഴുതാവുള്ളൂ. എന്നാൽ ഇവിടെ ഈ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? ഹി ഡിഡിൻറ്റ് എഴുതാമല്ലോ, പാസ്റ്റിലും പറയാമല്ലോ, നോസ് എന്ന് പറയത്തില്ല, ഹി ഡിഡിൻറ്റ് നോ. ഡസ് ആയാലും ഡു ആയാലും ഡിഡ് ആയാലും നെഗറ്റീവ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വാക്ക് വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും, അതിന് എസ് വേണ്ട. അപ്പം ഡോണ്ട് ഈറ്റ്, ഡസിൻറ്റ് ഈറ്റ്, ഡിഡിൻറ്റ് ഈറ്റ്, ഈറ്റേ വരത്തുള്ളൂ എല്ലായിടത്തും. ഡോണ്ട് പ്ലേ, ഡോണ്ട് ലൈക്ക്, ഡിഡിൻറ്റ് ലൈക്ക്, ഡസിൻറ്റ് ലൈക്ക്, ഇവിടെ നോയെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് തെറ്റ് വന്നത്, നോസ്. പിന്നുള്ളത് ഹീ നോട്ട്, ഒരിക്കലും ഓക്സിലറി വെർബ് ഇല്ലാതെ നോട്ട് ചേർക്കത്തില്ല. പിന്നുള്ളത് ഇതാണ് ഹീ ഡസിൻറ്റ് നോ മീ, നോയും കറക്റ്റാ, ഡസ്സും കറക്റ്റാ. ഹീയുടെ കൂടെ ഡോണ്ട് ഉപയോഗിക്കത്തില്ല. ഹീ സിംഗുലറാ, ഡോണ്ട് വരത്തില്ല. ഐ ഡോണ്ട്, വി ഡോണ്ട്, യു ഡോണ്ട്, ഇങ്ങനെ വരുന്നേ. ഐ ഡോണ്ട്, വി വന്നാലും പ്ലൂറലാ, വി ഡോണ്ട്, യു ഡോണ്ട്, ഹീ ഡസിൻറ്റ്, ഷീ ഡസിൻറ്റ്, ഇറ്റ് ഡസിൻറ്റ്, ദേ ഡോണ്ട്, ഇത്രയേ ഉള്ളൂ. ഐ ഡോണ്ട്, വി ഡോണ്ട്, യു ഡോണ്ട്, ഹി ഡസിൻ, ഷീ ഡസിൻ, ഇറ്റ് ഡസിൻ, ദേ ഡോണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ വരുന്ന വെർബ് എപ്പോഴും ബേസ് ആയിരിക്കും. ഈറ്റേ വരൂ, കമ്മേ വരൂ, പ്ലേയെ വരൂ, എസ് ഉള്ള വെർബ് വരത്തില്ല. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഷീ ഈസ് കമ്മിങ് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം എന്ന് പറയുന്നത് ആദ്യം ഓക്സിലറി വെർബ് കണ്ടുപിടിച്ച് എഴുതി വെക്കണം. പിന്നെ സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ്, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ്? രാജനാണെങ്കിൽ ഹി, സീതയാണെങ്കിൽ ഷീ, ബേർഡ് ആണെങ്കിൽ ഇറ്റ്, ബേർഡ്സ് ആണെങ്കിൽ ദേ, സിംഗുലർ ആണെങ്കിൽ ഇറ്റും പ്ലൂറൽ ആണെങ്കിൽ ദേ. മനുഷ്യൻ്റെ കാര്യമാകുമ്പം ആണാണെങ്കിൽ ഹീയും പെണ്ണാണെങ്കിൽ ഷീയും, അത്രയും ഓർത്താൽ മതി. സ്കൂൾ ഇറ്റ്, സ്കൂൾസ് ദേ, അങ്ങനെ പ്രോനൗൺ ആക്കി എഴുതണം. ഇനി കാര്യത്തിലേക്ക് വരാം. പ്രോനൗൺ തന്നെ വന്നാലോ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ഇവ തന്നെ ചോദ്യത്തിൽ വന്നാലോ? ഇത് തന്നെ എഴുതാം ഉത്തരത്തിൽ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ചോദ്യത്തിൽ വന്നാൽ ഉത്തരത്തിൽ ഇത് തന്നെ എഴുതാം. കാരണം എന്താ? അത് പ്രോനൗൺ ആണ്, ആ കൊടുത്തിരിക്കുന്ന പ്രോനൗൺ ആണ്. ഇനി പറ, ഓക്സിലറി വെർബ് ഈസ, ഏതാ സബ്ജക്റ്റ്? ഷീ പ്രോനൗണാ, അപ്പം പിന്നെ മാറ്റാൻ പോകണ്ട. ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. തീരുന്നോ? ഇല്ല. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെയാ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡൻ, ലിറ്റിൽ, ഫ്യൂ. 16 നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഇവ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്, ഇല്ലെങ്കിൽ ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. അതിനകത്തില്ല. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ആൻസർ ഈസ് ഇൻ ഷീ, ഈസ് ഇൻ ഷീ. മനസ്സിലായോ? 2 ടിപ്സ് പറഞ്ഞുതരാം. ഐ ആം ബിസി, ഐ ആം എന്ന് പറഞ്ഞ് വരികയും സെൻറ്റൻസ് പോസിറ്റീവ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച റൂൾ അനുസരിച്ച് ആമിൻ്റെ എന്നാണ് വരേണ്ടത്, വരുത്തില്ല, ആറിൻ്റെ ഐ. ഐ ആം നോട്ട് ബിസി, അങ്ങനെ വരുമ്പം ആമൈ എന്നാണ് വരുന്നത്, ആമൈ. അത് പഴയതുപോലെ തന്നെ നോട്ട് വന്നുകൊണ്ട് ആമൈ. ഐ ആം വരുന്ന സെൻറ്റൻസുകൾ പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ ഐ ആയിരിക്കും, പഠിച്ചു വെച്ചോണം. ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ലെറ്റ്സ് എന്ന് വന്നാലും, ലെറ്റസ് എന്ന് വന്നാലും, ലെറ്റസ് നോട്ട് എന്ന് വന്നാലും, ഇതിൽ ഏത് ചോദ്യത്തിൽ വന്നാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഉത്തരം ഷാൾ വി ആണ്. ഉത്തരം എന്താണ്? ഷാൾ വി. എപ്പോഴും ചോദിക്കുന്ന ലെറ്റ്സ്, ലെറ്റസ്, ലെറ്റസ് നോട്ട്. ഉത്തരം നിങ്ങൾ കണ്ണുടച്ചെഴുതിക്കോ, ഷാൾ വി. എന്നാൽ പ്ലീസ് ലെറ്റസ് എന്ന് വന്നാൽ, പ്ലീസ് ലെറ്റസ് എന്ന് വന്നാൽ
വില്ലിയു എന്നാണ് ഉത്തരം. എന്തോ ഉത്തരം? വില്ലിയു. വില്ലിയു പഠിച്ചു വെച്ചോണം. വില്ലിയു എന്ന് വരും. പ്ലീസ്, അത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് വില്ലിയു വരുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആയോ? ആൻസർ ഈസ് ഇൻഡ് ഷീ. ഡാഷ് ഓണസ്റ്റ് മാൻ. എച്ച് ആർട്ടിക്കിൾ വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടു. എച്ച് എന്ന് പറയുന്ന വാക്ക്, ഇപ്പം അവർ എന്ന് പറയുന്ന വാക്ക്, ഓണസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, ഹോഴ്സ് എന്ന് പറയുന്ന വാക്ക്, അതേപോലെ തന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്ന വാക്ക്. ഈ പറയുന്ന വാക്കുകളുടെ ഉച്ചാരണം നോക്കണം. അവർ ആ, ഓണസ്റ്റ് ഓ, ഹോഴ്സ് ഹ, ഹോഴ്സ് ഹ, ഹൈസ്കൂൾ ഹ, ഹൈ എന്ന് പറയുന്നത്. ഹ എന്ന് ഉച്ചരിക്കുവാണെങ്കിൽ എ ആയിരിക്കും. ഹ, ഹോ, ഹ, ഹൈസ്കൂൾ, ഹെയർ, മുടി, ഇതൊക്കെ. എച്ച് ഉച്ചരിക്കുവാണെങ്കിൽ ഹ എന്ന് ഉച്ചരിക്കും, അപ്പം എ ആയിരിക്കും. എച്ച് ഉച്ചരിച്ചില്ലെങ്കിൽ ആ എന്നോ ഓ എന്നോ ഉച്ചരിക്കും. ആൻസർ ആൻ ഓണസ്റ്റ് മാൻ, ആൻ അവർ, ആൻ അവർലി ബസ് സർവീസ് എന്നൊക്കെ പറയും. ഓക്കെ ആണോ? എച്ചിൻ്റെ കാര്യം മനസ്സിലായോ? എച്ചിൻ്റെ കാര്യം മനസ്സിലായോ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. യു. യു എന്ന് പറയുന്ന വാക്ക് ആദ്യം വരുമ്പം ആ എന്ന് ഉച്ചരിക്കുക, അപ്പം ആനായിരിക്കും. അംബ്രല്ല ആ എന്ന് ഉച്ചരിക്കും. യു എന്ന് പറയുന്ന വാക്ക് യു എന്ന് ഉച്ചരിക്കുക, യു, അപ്പം എ ആയിരിക്കും. നല്ലോണം പഠിച്ചു. ആൻ അംബ്രല്ല, എ യൂണിയൻ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ആൻ ഉപയോഗിക്കൂ, എ ഉപയോഗിക്കൂ. എ യൂണിവേഴ്സിറ്റി. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അമ്പയർ, ആൻ അമ്പയർ. യൂണിറ്റ്, എ യൂണിറ്റ്. ഇനി മറന്നു പോകരുത്. ആൻസർ ആൻ ഓണസ്റ്റ് മാൻ. അടുത്ത ചോദ്യം. സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഹീസ് ഗുഡ്. ഹീ ഈസ് ഗുഡ് ഡാഷ് ഇംഗ്ലീഷ്. ഒരാൾ ഒരു കഴിവിൽ നല്ലതാണ്, ഒരു കഴിവിലോ സബ്ജക്റ്റിലോ ബുദ്ധിയുള്ളവനാണ്, ഒരു കാര്യത്തെ എയിം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റ. ഹീ ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഹീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ഹീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്, ഹീ ഈസ് ഗുഡ് അറ്റ് പ്ലേയിങ് ക്രിക്കറ്റ്, ഹീ ഈസ് ക്ലവർ അറ്റ് ഫിസിക്സ്, ഹീ ഈസ് ക്ലവർ അറ്റ് ഡാൻസിങ്, ഹീ ഈസ് ക്ലവർ അറ്റ് സോൾവിങ് പ്രോബ്ലംസ്, ഹീ ഈസ് ക്ലവർ അറ്റ് സിംഗിങ്. ദിസ് ബജറ്റ് എയിംഡ് അറ്റ് എന്ന് പറയും. നേർക്കെന്നർത്ഥം. വിരൽ ചൂണ്ടുന്നു അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നു. അത് ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് എയിമിന് ശേഷം അറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ആൻസർ അറ്റ്. എന്നാൽ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു, മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. ആൻസർ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക് എന്നാണ്. എന്തുകൊണ്ടാണ് അറ്റ് വരാതിരുന്നത്? പഠിച്ചോണം. കാരണം ടു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവാണ്, പ്രിപ്പോസിഷനായിട്ടല്ല ടു അവിടെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ശേഷം കൊടുത്തിരിക്കുന്ന വാക്ക് ഒരു ബേസ് ഫോം ആണെങ്കിൽ, ഡ്രിങ്ക്, ഈറ്റ്, പ്ലേ, ഗോ എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ, ING ഇല്ലാതെ, പാസ്റ്റ് അല്ലാതെ, എസ് ഇല്ലാതെ ഉപയോഗിക്കുന്ന വെർബ് മാത്രമാണെങ്കിൽ എപ്പോഴും ടു ആയിരിക്കും. ആപ്പിൾ ഈസ് ഗുഡ് ടു ഈറ്റ്, കഴിക്കാൻ നല്ലതാണെന്ന അർത്ഥം. എന്നാൽ ഹീ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്, അവിടെ അർത്ഥം സോൾവിങ് പ്രോബ്ലംസിൽ നല്ലതാണെന്നല്ല, സോൾവിങ് പ്രോബ്ലംസിൽ നല്ലതാണെന്നാണ്. അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കഴിവിൽ നല്ലതാണെന്ന്, അങ്ങനെയുള്ളപ്പോൾ അറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ കഴിക്കാൻ നല്ലതാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ടു ഈറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ടു ഈറ്റ്, ടു കം, ടു പ്ലേ, ടു ഗോ, ടു ഡ്രിങ്ക്. ഇപ്പോൾ മനസ്സിലായോ? ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ബാക്കി എല്ലായിടത്തും അറ്റ. ഒരാൾ ഒരു കാര്യത്തിൽ നല്ലതാണെന്ന് പറയുമ്പം ഗുഡ് അറ്റ് എന്ന് ഉപയോഗിക്കും, ഗുഡ് അറ്റ് ഗ്രാമർ. എന്നാൽ ഒരുത്തൻ ഒരു കാര്യത്തിൽ വീക്കാണെന്ന് പറയുമ്പോൾ വീക്ക് അറ്റല്ല, വീക്ക് ഇൻ ഗ്രാമർ. അതും പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വീക്ക് ഇൻ ഗ്രാമർ എന്നേ പറയും. പാസീവ് വോയിസ് ഓഫ് ഹൂ റോട്ട് രാമായണ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, കേട്ടു. ഹൂവിന് ശേഷം ഹൂവിൽ തുടങ്ങുന്ന ഏത് ടെൻസ്, ഏത് സെൻറ്റൻസിനെയും പാസീവ് ആക്കുമ്പം ഉത്തരത്തിൽ ബൈ ഹൂം എന്ന് വരും. എന്തോ വരും? ബൈ ഹൂം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഹൂവിൽ തുടങ്ങുന്നതിന് ശേഷമുള്ള വാക്ക് V1 ആണെങ്കിൽ ഈസ്, ആം, ആർ എന്ന് ശേഷം വരും. അതിലേതെങ്കിലും ഒരെണ്ണം വരും. V2 ആണെങ്കിൽ വാസ്, ഓർ, വെയർ എന്ന് വരും. ആദ്യം ബൈ ഹൂം എന്ന് എഴുതണം പാസീവ് ആക്കുമ്പോൾ. പിന്നെ V1 പ്രസൻ്റ് ആണെങ്കിൽ ഈസാമാർ എന്നാണ് വരുന്നത്, പാസ്റ്റ് ആണെങ്കിൽ വാസ്, ഓർ, വെയർ എന്നാണ് വരുന്നത്. നിങ്ങൾ നോക്ക്, ഹൂവിന് ശേഷമുള്ളത് റോട്ട, റോട്ട് V2 ആണ്. ഇനി നമ്മൾ ഉത്തരത്തിലെത്താൻ ഏറ്റവും എളുപ്പമാർഗം ബൈ ഹൂമിന് ശേഷം വാസ് ഓർ വെയർ ഉള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. എളുപ്പമായില്ലേ? റൈറ്റ് ആയിരുന്നെങ്കിൽ
ഈസാമാറുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഇനി പറ. ബൈഹൂവും ആദ്യം ഉള്ളത് 3 എണ്ണം. ഇത് ബൈഹൂവ, തെറ്റ്, ബൈഹൂം. പിന്നെ വാസ് വരുന്ന ഒരെണ്ണം. ഉത്തരം കിട്ടി. ഇതിൽ സിമ്പിളായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. എൻ്റെ പൊന്നു മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ബുക്ക് വാങ്ങിക്കണം. എൻ്റെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. അത് നിങ്ങൾക്കൊരു പ്രിവിലേജാണ്. എൻ്റെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രിവിലേജാണ്, ഒരു സംശയമില്ല. ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തമുണ്ട്. നിങ്ങൾക്കറിയാവോ, ആ ബുക്ക് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് അടിച്ചിറക്കുന്ന ബുക്ക്. ആ ബുക്ക് ഒരാളുടെയും എടുത്ത് ഞാൻ കൊണ്ടുപോയി വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു ബുക്ക് സ്റ്റാളിൽ കൊടുത്തിട്ടില്ല. ഒരാൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അതിന് ഓൺലി വൺ റീസൺ ചോദിച്ചാൽ ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കും. പിന്നെ നിങ്ങളുടെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിക്കുന്നവർ മാത്രമേ എൻ്റെ ക്ലാസ് കാണത്തുള്ളൂ. ഫിലിം റിവ്യൂവിന് വേണ്ടിയല്ലല്ലോ നിങ്ങൾ ഈ ക്ലാസ് കാണാൻ വന്നത്. ഈ ക്ലാസ്സിൽ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ 7 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് മാത്രം കൊടുക്കും. കാരണം വെറുതെ കൊണ്ടുവന്ന് ഏതെങ്കിലും അലമാരയിലിടാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ ബുക്ക് എഴുതിയത്. അത് പ്രയോജനപ്പെടണം. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഗ്രാമർ ഈസി ആവണം, കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടുന്നതിലൊരു കാര്യം വഹിക്കണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ, വൊക്കാബുലറി മുഴുവൻ, ഇംഗ്ലീഷ് ടിപ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 600ഓളം ടിപ്സുകൾ, 260 പേജ് മലയാളം എക്സ്പ്ലനേഷൻ, സിമ്പിൾ മലയാളം, ബോൾഡ് ലെറ്റേഴ്സ്, വായിക്കുന്ന ഒരാൾക്ക് മുഷിപ്പ് തോന്നാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയത്ത് അവസാനിക്കുന്നൊരു ബുക്കാണത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളത് വാങ്ങിക്കണം. ദാണ്ടെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. ബുക്ക് ഡീറ്റെയിൽസ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാനത് അയച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് ഐ ഡാഷ് റിച്ച് ഐ വുഡ് ഹെൽപ്പ് യു. പഠിച്ചു വെച്ചേക്കാം. ആമ്, വാസ്, വേർ, ബി. ഈഫിന് ശേഷം ഈസ്, ആമ്, ആറ്, വാസ്, വേർ ഓപ്ഷനിൽ കണ്ടാൽ ഒറ്റ ഉത്തരം വേർ. എന്തുവാ? വേർ. ആൻസർ ഇഫ് ഐ വേർ. ഇനി എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് വേർ വരുന്നതെന്ന്. ഇംഗ്ലീഷിൽ ഐയുടെ കൂടെ 99.9% എടുത്ത് ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് വാസ. വാസും വേറുമാണ് പാസ്റ്റ്. അതിൽ വാസ, ഐ വാസ്. ഐ ആമിൻ്റെ പാസ്റ്റാണ് ഐ വാസ്. ഐ ആം ആബ്സെൻറ്റ് ടുഡേ, ഞാൻ ഇന്ന് ആബ്സെൻ്റ് ആണ്. ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ, അങ്ങനല്ലേ പറയുന്നത്. ഐ വാസ് ബിസി യെസ്റ്റർഡേ, വാസ്, ആയിരുന്നു. ഐയുടെ കൂടെ വാസ. എന്നാൽ ഐയുടെ കൂടെ 4 എടുത്ത് വേർ ഉപയോഗിക്കും. ഈ 4ഉം ഇമാജിനറി കേസുകളാണ്. ഈ 4ഉം PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. കണ്ടോ, ഐ വന്നേക്കുന്നുണ്ടോ? അതിലൊന്ന് ഇഫ് ഐ വെയർ, 2 ഐ വിഷ് ഐ വെയർ. ഐ വിഷിന് ശേഷം ഐ വന്നാൽ വാസ് എഴുതരുത്, വേറെയാണ്. ആസിഫ് ഐ വെയർ, ആസ്ദോ ഐ വെയർ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇമാജിനറി കേസുകളിലാണ് ഐക്ക് ശേഷം വെയർ ഉപയോഗിക്കേണ്ട, വാസ് ഉപയോഗിക്കരുതെന്ന റൂള്. ഇപ്പോൾ ഉദാഹരണം, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയാണെങ്കിൽ ഞാൻ പറക്കും. പക്ഷി അല്ലല്ലോ. ഐ വിഷ് ഐ വെയർ എ ബേർഡ്, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ. പക്ഷി അല്ലല്ലോ, ഇമാജിനേഷൻ. ആസിഫ്, ആസ്ദോ ഒരേ അർത്ഥം, പോലെ. ഹി ബിഹേവ്ഡ് ആസിഫ് അല്ലെങ്കിൽ ആസ്തോ. ഐ ബിഹേവ്ഡ് ആസിഫ് അല്ലെങ്കിൽ ആസ്തോ. ഐ വെയർ മാഡ്, ഞാനൊരു ഭ്രാന്തനെ പോലെ പെരുമാറി, നടന്നു. ഭ്രാന്തനല്ലല്ലോ, ഇമാജിനേഷൻ. അപ്പോൾ ആസിഫും ആസ്തോയും ഒരേ റൂളാണ്. ഈ 4 കേസ് പഠിച്ചു വെച്ചോ. ഐക്ക് ശേഷം വേറു മാത്രം എഴുതേണ്ട കേസുകൾ. നെക്സ്റ്റ്, ഹീ സെഡ് ഐ ആം ബിസി, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും പഠിക്കേണ്ട കാര്യം ഹീ സെഡ് എന്ന് മാത്രം പറയുക. ഹീ സെഡ് ടു മീ എന്ന് മാത്രം പറയുക. ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഹീ സെഡ് എന്ന് മാത്രം പറഞ്ഞാൽ ഉത്തരത്തിൽ ഹീ സെഡ് ദാറ്റ്. ഹീ സെഡ് ടു മീ എന്ന് പറഞ്ഞാൽ ഹീ ടോൾഡ് മീ. 2 കാര്യം ശ്രദ്ധിക്കണം. സെഡായിട്ട് തന്നെ ഉത്തരത്തിൽ വരുന്നത് സെഡ് മാത്രം ഉള്ളപ്പോഴാണ്. സെഡ് ടു എന്ന് വരുമ്പോൾ അത് ടോൾഡ് ആവും. ടോൾഡിന് ശേഷം പിന്നെ ടു ഉപയോഗിക്കരുത്, കൊന്നുകളയും. ടോൾഡിന് ശേഷം പിന്നെ ടു ഉപയോഗിക്കരുത്. അത് പലരും കാണിക്കുന്ന തെറ്റാ, വേണ്ട. ടോൾഡ് മീ. ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ടോൾഡ് ഉപയോഗിക്കുന്നത്. പറഞ്ഞു എന്ന് മാത്രമാണെങ്കിൽ സെഡ് മതി. ഉടനെ ദാറ്റ്. 2 ഇടത്തും കൺജങ്ഷനായിട്ട് ദാറ്റ്. ഇനി കണ്ടുപിടിക്കും. ഹീ സെഡ് ദാറ്റ്, സേയ്സ് വേണ്ട. 3 ഇടത്ത് സെഡാ. ഓക്കെ, ദാറ്റ് ഉള്ളത് നോക്കി. ഇവിടെ ദാറ്റില്ല, 2 എണ്ണം വെട്ടിക്കളഞ്ഞ് ഹീ സെഡ് ദാറ്റ്. അതിനകത്ത് കറക്റ്റ് വന്നു. ഇനി നമുക്ക് ഈസും ഉണ്ട്, വാസും ഉണ്ട്. ആമ് പ്രസൻറ്റാ, ഈസും പ്രസൻറ്റാ. ആമും ഈസും പ്രസൻറ്റാ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രസൻറ്റ് വെർബുകളും പാസ്റ്റ് വെർബുകളാവണം.
അപ്പോൾ ആമും ഈസും എന്തോ ആവണം, വാസ് ആവണം. ഇവിടെ ഈസ് എന്ന ആമിനെ ആക്കി വെച്ചിരിക്കുന്നത്, തെറ്റല്ലേ? റിപ്പോർട്ട് സ്പീച്ചിൻ്റെ റൂൾ അനുസരിച്ച് എല്ലാം പാസ്റ്റ് ആക്കണം. കഴിഞ്ഞു. നെക്സ്റ്റ്. ദ ക്വാളിറ്റി ഓഫ് മാംഗോസ് ഡാഷ് ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് മാംഗോസ് ഡാഷ് ഗുഡ് എപ്പോഴും പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. നമ്മൾ മാംഗോസ് കണ്ടുകൊണ്ട് 6 എഴുതി വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. 6 തെറ്റാണ്. മാംഗോ അല്ല സബ്ജക്റ്റ്, ക്വാളിറ്റിയാണ്. ക്വാളിറ്റി. അപ്പം ഈസ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഈസാണോ 6 ആണോ എന്ന് ആരെങ്കിലും ചോദിക്കുക. ഫ്ലവേഴ്സ് കണ്ടിട്ട് എഴുതരുത്. സബ്ജക്റ്റ് പ്രൈസാ, വില, സിംഗുലറാ, ഈസ്. ദ ക്വാളിറ്റി ഓഫ് മാംഗോസ്, ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ്, ഈസാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിലെ സൂപ്പർ റൂളാണ്. നെക്സ്റ്റ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് നെയ്തർ ഹി നോർ ഐ ഡാഷ് റോങ്. പഠിച്ചു വെച്ചോണം. നെയ്തർ നോർ, എയ്തർ ഓർ, not only but also, or. ഈ 4 കൺജങ്ഷൻസ് ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ മാത്രം നോക്കി ആൻസർ എഴുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം, നെയ്തർ ഹി നോർ ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഈസ് ആണോ 6 ആണോ എന്ന് ഒരാൾ ചോദിക്കും എൻ്റെ അടുത്ത്. നെയ്തർ നോർ ആയാലും എയ്തർ ഓർ ആയാലും നോട്ട് ഓൺലി ബട്ട് ആൾസോ ആയാലും ഓർ ആയാലും ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റാണ്. അത് ഹിസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ആൻസർ 6. പഠിച്ചു വെച്ചോണം. സെറ്റാണോ? നെയ്തർ ഹി നോർ ഹിസ് ഫ്രണ്ട്സ് 6 ആണ്. നെക്സ്റ്റ്. പോസിറ്റീവ് ഡിഗ്രി ഓഫ് ബെറ്റർ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാതാ പോയത്. നെയ്തർ ഹി നോർ ഐ ഡാഷ് റോങ്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആ. ഐക്ക് പറ്റിയത് ഈസ് അല്ല, 6 അല്ല, ആമ. ഐയുടെ കൂടെ ആമോ വാസോ വരത്തുള്ളൂ. ഓക്കെ, വേറെ വരുന്ന 4 കേസിലേ ഉള്ളൂ. പോസിറ്റീവ് ഡിഗ്രി ഓഫ് ബെറ്റർ പഠിച്ചോണം. ഗുഡ്, പോസിറ്റീവ് എഴുതി കാണിക്കാം. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ്, വർസ്, വേസ്റ്റ്. ബാഡ്, വർസ്, വേസ്റ്റ് പഠിച്ചോണം. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. മച്ച്, മോറ്, മോസ്റ്റ്. ഇത്രയാണ് ഏറ്റവും കൂടുതൽ റെയറായിട്ട് വരുന്ന കേസ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്, വർസ്, വേസ്റ്റ്, ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, മച്ച്, മോറ്, മോസ്റ്റ്. ഓർഡർ ആദ്യം കിടക്കുന്ന പോസിറ്റീവ്, രണ്ടാം കിടക്കുന്ന കമ്പാരിറ്റീവ്, മൂന്നാം കിടക്കുന്ന സൂപ്പർലേറ്റീവ്. ബെറ്ററിൻ്റെ പോസിറ്റീവ് ഏതാ? ഗുഡ്. ബെസ്റ്റ് സൂപ്പർലേറ്റീവ്. ഓക്കെ. ഡോണ്ട് ഗോ ദെയർ, ഹീ സെഡ്. റിപ്പോർട്ട് സ്പീച്ചാണ്. ഹീ സെഡ്, ഹീ സെഡ്, ഹീ സെഡ്. സെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീ സെഡ് മതി. ഹീ സെഡ്, ഹീ സെഡ് നോട്ട് ടു ഗോ ദെയർ, നോട്ട് ടു ഗോ ദെയർ. ഓക്കെ. അപ്പോൾ ഇവിടെ അവരൊരു ചെറിയ പ്രശ്നമുണ്ട്. അവർ ഇംഗ്ലീഷിൻ്റെ ഒരു റൂൾ അനുസരിച്ച് ആരോട് പറഞ്ഞു എന്ന് പ്രത്യേകം കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മീ ചേർക്കാം. എന്നോട് പറഞ്ഞു എന്നാക്കാം. അതിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവരുദ്ദേശിച്ചിരിക്കുന്നത് ഇതല്ല. സെഡ് ഇറ്റ് ടു മീ എന്ന് പറയത്തില്ല. അവരുദ്ദേശിച്ചിരിക്കുന്ന ഓപ്ഷൻ കാണുമ്പോൾ അറിയാം, അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ തന്നെ ഒരു ഒബ്ജക്റ്റ് കൊടുത്തോളൂ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സെഡ് വേണ്ട, ഹീ ടോൾഡ് മീ. അതാണ് ശരി. ഹീ ടോൾഡ് മീ. ഓക്കെ. ഇനി പഠിച്ചു വെച്ചോണം. ഹീ ടോൾഡ്. നമ്മൾ എന്തിനാ സെഡ് മാത്രമേ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ടോൾഡ് ചേർത്തേ? മീ എല്ലാ ഓപ്ഷനിലും മീ ഉണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നു ഓപ്ഷൻ വേണം. ചോദ്യത്തിൽ അവർ കൊടുക്കാതിരുന്ന ഹീ സെഡ് ഇറ്റ് ടു മീ എന്ന് അവർ ഉദ്ദേശിച്ചേ. അപ്പോൾ നമുക്കിനി ഓപ്ഷനിലെ ശരി കണ്ടുപിടിച്ചാൽ മതി. ടോൾഡ് മീ, ടോൾഡ് മീ. അപ്പോൾ ഇത് വിട്ടിട്ട് നമ്മൾ എഴുതും ടോൾഡ് മീ, ഹീ ടോൾഡ് മീ. പിന്നെ ഡോണ്ട്, ഡോണ്ടിനെ നോട്ട് ടു ആക്കണം. നോട്ട് ടു. ഡോണ്ട് എവിടെ കണ്ടാലും റിപ്പോർട്ട് സ്പീച്ച് നോട്ട് ടു ആക്കണം. പഠിച്ചു വെച്ചോ. ഡോണ്ട് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഡോണ്ട് ഡു ഇറ്റ്, ഡോണ്ട് സ്മോക്ക്, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. ഡോണ്ട് എവിടെ കണ്ടാലും നോട്ട് ടു ആക്കണം. ആൻസർ എന്തുവാ? ഹീ ടോൾഡ് മീ നോട്ട് ടു ഗോ ദെയർ. നോട്ട് ടു പിന്നുള്ളത് ഗോ. ഹിയർ ദെയർ ആവും. ദെയർ തന്നെ. ഓക്കെ, ദെയർ മാറ്റണ്ട. അതറിയാവോ? ഹിയർ ദെയർ ആവും.
എന്നാൽ ചോദ്യത്തിൽ there തന്നാലോ ഹിയർ ആക്കുമോ? ഇല്ല, there തന്നെ. നൗ then ആവും. ചോദ്യത്തിൽ then തന്നാൽ എന്തോ ആക്കും? then തന്നെ ഇടിയാൽ മതി. ടുഡേ ദാറ്റ് ഡേ ആവും. ചോദ്യത്തിൽ ദാറ്റ് ഡേ തന്നു, അപ്പോൾ ഉത്തരത്തിലും ദാറ്റ് ഡേ, പിന്നെ അതിനെ ടുഡേ ആക്കി വെക്കരുത്, മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. he is married dash a rich man. she is married dash a rich man. ഒരാളെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ മാരീഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രൊപ്പോഷൻ ടു ആണ്. ഉത്തരം നോക്കിയോ? ടു. നെക്സ്റ്റ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഡാഷ് പ്രസന്റ്. പഠിച്ചു വെച്ചോളൂ. ഈച്ച് ബോയ് ഈസ് ആണോ ആറാണോ? ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഈസ് ആണോ ആറാണോ? ഈച്ച് ഓഫ് ദ ബോയ്സ്. ഇത് മൂന്നും കറക്റ്റ് പ്രയോഗങ്ങളാണ്. ഈച്ച് വന്ന ബോയും ഈച്ച് ഓഫ് വന്ന ബോയ്സും എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇതിൻ്റെ സബ്ജക്റ്റ് വർബ് എങ്ങനെ പഠിക്കാം. എൻ്റെ ചോദ്യം ഈ 3 ചോദ്യത്തിൽ നിങ്ങൾ ഈസ് ചേർക്കോ ആറ് ചേർക്കോ? മൂന്നിടത്തും ഈസ്. എന്തോ മനസ്സിലായി? ഈച്ച് എങ്ങനെ വന്നാലും സിംഗുലറാണ്. ഈച്ച് ബോയ് എന്ന് വന്നാലും ആൻഡ് ചേർത്താൽ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ എന്ന് വന്നാലും ഈസാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് വന്നാലും ഈസാണ്. അതായത് ഈച്ച് എവിടെ വന്നാലും വെർബ് സിംഗുലറാണ്. ഇനി പറ, ഈച്ച് ഓഫ് ദ ബോയ്സ്, ആൻസർ ഈസ് അവിടെ ഇല്ല, ഈസ് ഓപ്ഷനിലില്ല. സിംഗുലർ. ആറ് പ്ലൂറല, വേറെ പ്ലൂറല, ബി പ്ലൂറല. ആൻസർ വാസും വന്നൂടായോ? ഈസിൻ്റെ പാസ്റ്റാണ് വാസ്, സിംഗുലറാണ്. ചോദിച്ചിരിക്കുന്ന സബ്ജക്റ്റ് വർബ് അഗ്രിമെൻറ്റാണ്. ഈസ് ഇല്ലാത്തതുകൊണ്ട് വാസ് എഴുതി. പ്രസൻ്റ് ആയിരുന്നു എന്നർത്ഥം വരും. ഈസ് വന്നാൽ പ്രസൻ്റ് ആണ്, അത്രയേ ഉള്ളൂ. ഈസ് ഉണ്ടായിരുന്ന ഈസ് എഴുതാം, കാരണം ടെൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈസ് ഇല്ലാത്തതുകൊണ്ട് വാസ്. ഓക്കെ, അതായത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഈച്ച് എവിടെ വന്നാലും വെർബ് സിംഗുലർ. നെക്സ്റ്റ്. കറക്റ്റ് സ്പെല്ലിംഗ് അക്കോമഡേറ്റ്. നിങ്ങൾ സ്പെല്ലിങ് പഠിക്കുമ്പോൾ അക്കോമഡേറ്റിന് 2 സിയും 2 എമ്മും അത് മതി. അക്കോമഡേറ്റ് 2 സിയും 2 എമ്മും. ആൻസർ കിട്ടിയ 2 സിയും 2 എമ്മും ഒറ്റയെടുത്തേ വരത്തുള്ളൂ. 2 സി 2 എം. ഓക്കെ. സൂപ്രണ്ടൻറ്റ്, സൂപ്പർ ഇൻറ്റൻഡൻറ്റ്, കുറേ സ്പെല്ലിങ് പറഞ്ഞുതരാം. ലെഫ്റ്റനൻറ്റ്, ലൈ യു ടെൻ ആൻഡ്, കിടക്കൂ നീ 10 റുമ്പ്, ലെഫ്റ്റനൻറ്റ്. ബ്യൂറോ, BUREAU, ബ്യൂറോ. ഓംലെറ്റ്, OMELETT, ഓംലെറ്റ്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ്. അക്കോമഡേറ്റിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്. നെക്സ്റ്റ്. വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ തീസ്റ്റ്, ദൈവവിശ്വാസത്തെ തീസം. പഠിച്ചു വെച്ചോണം. എത്തീസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കാത്തവനാണ്. വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, അത് എത്തീസ്റ്റ്. കറക്റ്റ് സ്പെല്ലിംഗ് എംബറാസ്. സൂപ്പറാ. 2 Rഉം 2 Sഉം. എംബറാസിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ 2 Rഉം 2 Sഉം. എംബരാസ്, EMBA, 2 R പിന്നെ 2 S. എംബറാസ് പഠിച്ചു വെച്ചോണം. എംബറാസ് 2 Rഉം 2 Sഉം. എംബറാസ്. ബി ആണ് 2 Rഉം 2 Sഉം. അക്കോമഡേഷന് 2 സിയും 2 എമ്മും. പ്ലേസ് ഓഫ് ബേർഡ്സ്, പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലം ഏവിയറി. മൃഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലം സൂ. തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലം ഏപ്പിയറി. ബി, തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലം. ഏവിയേഷൻ എപ്പോഴും പറക്കലുമായിട്ടാണ്. പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലം സൂ മൃഗശാലയാണ്. മൃഗങ്ങളെ പേടി സൂഫോബിയ. പഠിച്ചു വെച്ചു. ഫോബിയ. ഓക്കെ. എപ്പിയറി, എപ്പിഫോബിയ, തേനീച്ചകളെ പേടി. എപ്പിഫോബിയ. എപ്പികൾച്ചർ, തേനീച്ച കൃഷി. കറക്റ്റ് സ്പെല്ലിംഗ് നെസസറി. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? NECESSARY ആണോ, NECESSERY ആണോ, NECESARY ആണോ? ഏതാണ് കറക്റ്റ്? നെസസറി. ബി ആണ്. NECESSARY, നെസസറി. ഓർത്തിരിക്കാനൊരു മാർഗം പറയാം. 2 S ഉണ്ട് ഇടയ്ക്ക്. ആദ്യം സിയും പിന്നെ എസ്സും. നെസസറി. 2 S കഴിഞ്ഞ് എ ആണ്. SA എന്ന് ഓർത്താൽ മതി. SA. 2 Sഉം എയും. ഫിയർ ഓഫ് വാട്ടർ.
ഫിയർ ഓഫ് വാട്ടർ എന്താണ്? ഹൈഡ്രോഫോബിയ. എന്തുവാ? ഹൈഡ്രോഫോബിയ, വെള്ളത്തെ പേടി, ഹൈഡ്രോഫോബിയ. അക്വാഫോബിയ എന്തിനെ ഭയമാണെന്ന് കമൻറ്റ് ചെയ്യണം, കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഹൈഡ്രോഫോബിയ ആണ് ഫിയർ ഓഫ് വാട്ടർ. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്നവനെ വിളിക്കുന്ന പേര് മിസാൻത്രോപ്പിസ്റ്റ്. ഫിലാൻത്രോപ്പിസ്റ്റ്. മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് മാൻകൈൻഡ് എന്നാണ്. മാൻകൈൻഡ്. മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് മിസാൻത്രോപ്പ്. അപ്പോൾ ഫിലാൻത്രോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് മിസാൻത്രോപ്പ്. ആന്ത്രോ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ആന്ത്രോ രണ്ടിടത്തും ഇതാണ്ട് ആന്ത്രോ. ആന്ത്രോ എന്ന് പറഞ്ഞ അർത്ഥം പീപ്പിൾ എന്ന്. എന്ത് വിളിക്കുന്നത്? പീപ്പിൾ. അപ്പം ആന്ത്രോപോളജി മനുഷ്യരാശിയെക്കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ആന്ത്രോഫോബിയ ജനക്കൂട്ടത്തെ ഭയം. എല്ലാവരും മനുഷ്യരാണ് ആന്ത്രോ എന്ന് പറഞ്ഞത്. അപ്പോൾ പീപ്പിൾ, ജനങ്ങളെ ഭയം, ആന്ത്രോഫോബിയ. ജനക്കൂട്ടത്തെക്കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, ആന്ത്രോപോളജി. മിസാൻത്രോപ്പ്, ഹേറ്റ്സ് മാൻകൈൻഡ്. ഫിലാൻത്രോപ്പ്, വൺ ഹു ലവ്സ് മാൻകൈൻഡ്, ഫിലാൻത്രോപ്പിസ്റ്റ്. കറക്റ്റ് സ്പെല്ലിംഗ് അച്ചീവ്മെൻറ്റ്. അച്ചീവ്മെൻറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് പറ. ഏതാ? ACHIEVEMENT. അച്ചീവ്മെൻറ്റ്. സയൻസ് ഓഫ് ഓൾഡ് തിങ്സ്, സ്റ്റഡി ഓഫ് ഓൾഡ് തിങ്സ് എന്ന് പഠിച്ചാൽ മതി. ആർക്കിയോളജി. ആർക്കിയോളജി എപ്പോഴും ചോദിക്കുന്ന അതിൻ്റെ സ്പെല്ലിങ്ങാണ്. ആർച്ച് എന്ന് എഴുതിയിട്ട് AE ആണ്, എപ്പോഴും തിരിഞ്ഞു പോകും. പിന്നെ ഓളജി, ബയോളജി എന്നൊക്കെ എഴുതുന്നു പോലെ. ആർക്കിയോളജി. ഇതുപോലെ AE വരുന്ന വേറൊരു കേസാണ് പീഡിയാട്രീഷ്യൻ. PAE, പീഡിയാട്രീഷ്യൻ. അതുപോലെ അനീമിയ, ANAEMIA. AE വരുന്ന 3 വാക്കുകൾ എപ്പോഴും ചോദിക്കും. ആർക്കിയോളജി, പീഡിയാട്രീഷ്യൻ, അനീമിയ. പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ദാറ്റ് കനോട്ട് ബി ഹേർഡ്. കേൾക്കാൻ കഴിയാത്തത് എന്തോ അതിനെ എന്ത് വിളിക്കും? ഓഡിബിൾ എന്ന് വിളിക്കും. ഇന്നോഡിബിൾ എന്ന് വിളിക്കും. തിരിഞ്ഞു പോയതാ. കേൾക്കാൻ കഴിയാത്തത്. ദാറ്റ് ക്യാൻ ബി ഹേർഡ് ആണ് ഓഡിബിൾ. കനോട്ട് ബി ഹേർഡ് എന്ന് പറഞ്ഞാൽ ഇന്നോഡിബിൾ. നിയമപരമല്ലാത്തത് ഇല്ലീഗൽ. വായിക്കാൻ കഴിയാത്തത് ഇല്ലെജിബിൾ. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആ ഈ മാറ്റിയാൽ മതി. ലെജിബിൾ, ലീഗൽ. ഓഡിബിൾ, ഇന്നോഡിബിൾ. പഠിച്ചു വെച്ചാണ്. വായിക്കാൻ പറ്റാത്തതാണ് ഇല്ലെജിബിൾ. എഴുതുമ്പം വായിക്കാൻ പറ്റാത്തത്. ലെജിബിൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റുന്നത്. ലീഗൽ, ഇല്ലീഗൽ. ഓക്കെ, പഠിച്ചു വെക്കുക. ഓഡിബിൾ, ഇന്നോഡിബിൾ. നെക്സ്റ്റ്, പ്രിൻസിപ്പൾ വാസ് പ്രിൻസിപ്പിൾ. സ്കൂൾ ഹെഡ് ഈസ്, ഇതിനകത്ത് ആരാണെന്ന്. പ്രിൻസിപ്പൾ ആ സ്കൂൾ ഹെഡ്. PAL ആണ് ഹെഡ്. PLE എന്ന് പറഞ്ഞാൽ തത്വം. വാട്ട് ഈസ് യുവർ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയത്തില്ല, തത്വമാണ്. ഇത് സ്കൂൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. ഹെഡ് ഓഫ് എ സ്കൂളാണ് പ്രിൻസിപ്പൽ, ഡിപ്പാർട്ട്മെൻ്റ് അല്ല, സ്കൂൾ. വൺ ഹൂ നോസ് എവരിതിങ്, എല്ലാം അറിയുന്നവൻ സിയൻറ്റ്. സയൻസ് എന്ന് പറഞ്ഞാൽ നോളജ് എന്ന്. സയൻസ്, നോളജ്. അപ്പം ഓംനിസൈഡ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ നോസ് എവരിതിങ്. സർവജ്ഞൻ എന്ന് മലയാളത്തിൽ പറയും, സർവജ്ഞൻ. ഒംനി പ്രസൻറ്റ് എവരിവെയർ. എല്ലായിടത്തും കാണപ്പെടുന്നവൻ, പ്രസൻറ്റ് എവരിവെയർ. ഒംനിപൊട്ടൻ്റ്, ഓൾ മൈറ്റി, സർവശക്തൻ. അപ്പം ഈശ്വരൻ ഒംനിപൊട്ടൻ്റ് ആണ്, ഒംനിസിയൻ്റ് ആണ്, ഒംനിപ്രസൻ്റ് ആണ്. പിന്നെ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയും ഓർത്തില്ല, എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണോടുണ്ട്, ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യവും മാംസവും കഴിക്കുന്നവൻ. സസ്യം മാത്രം കഴിക്കുന്നവനെ നമ്മൾ വിളിക്കും ഹെർബിവോറസ്. മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ കാർണിവോറസ്. രണ്ടും കഴിക്കുന്നതിനെ ഒംനിവോറസ് എന്ന് വിളിക്കും. സർവം എന്നാണ് ഒംനിയുടെ അർത്ഥം. കറക്റ്റ് സ്പെല്ലിംഗ്, ബ്യൂറോക്രസി. ഞാൻ ബ്യൂറോയുടെ സ്പെല്ലിംഗ് എഴുതി കാണിച്ചു. BUREAU, ക്രസി. അതേപോലെ വാക്വം, VAC 2 U ആണ്. വാക്വം, ബ്യൂറോക്രസിയും വാക്വം. അതുപോലെയാണ് ബൊക്കെ, BOUQUET, ബൊക്കെ.
അടുത്ത ക്യൂ, ക്യു യു ഇ യു, ക്യു യു ഇ യു ഇ, ക്യൂ, ക്യു യു ഇ യു ഇ, ക്യൂ. ഇതെല്ലാം ചോദിക്കാം. നെക്സ്റ്റ്, ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്. ബിലീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന, പെട്ടെന്ന് വിശ്വസിക്കുന്ന, ക്രെഡിബിൾ, വിശ്വാസയോഗ്യമായ. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത. ക്രെഡിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻക്രെഡിബിൾ. ഓക്കെ, ഇത് എളുപ്പത്തിൽ വിശ്വസിക്കുന്ന, ഇത് വിശ്വസിക്കാൻ കഴിയാത്ത. ആൻസർ ഇൻക്രെഡിബിൾ. ഇനി ക്രെഡുലസ് എന്നൊരു വാക്കുണ്ട്. ക്രെഡുലസ്, ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഓവർ ക്രെഡുലസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുന്നു. വിശ്വാസയോഗ്യമായത് ക്രെഡിബിൾ, വിശ്വാസയോഗ്യമല്ലാത്തത് ഇൻക്രെഡിബിൾ. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവനെയാണ് ക്രെഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ 31ാമത്തെ ചോദ്യം. നമ്പർ ഇട്ടേക്കുന്ന 1 പക്ഷെ 31ാമത്തെ ചോദ്യമാണ്. അബണ്ടൻറ്റ്, ധാരാളം എന്നാണ് അർത്ഥം. ആൻസർ പ്ലെൻറ്റിഫുൾ. അബണ്ടൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്ലെൻറ്റിഫുൾ എന്നാണ്. പ്ലെൻറ്റിഫുൾ. ഓപ്പോസിറ്റാണ് സ്കേഴ്സ് വരുന്നത്, ദൗർലഭ്യം. അന്റോണിം ഓഫ് എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിക്കുക. കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് ഓപ്പോസിറ്റ്. എക്സ്പാൻഡ് വികസിക്കുക, കോൺട്രാക്റ്റ് ചുരുങ്ങുക. 3. സിനോണിം ഓഫ് ബ്രേവ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് കവേർഡ് എന്നാണ്. കവേർഡ്, ബ്രേവ് ധീരനായ, കവേർഡ് ഭീരു എന്നാണ്. ടിമിഡ് ബ്രേവ് എന്നാണ് അർത്ഥം. കറേജിയസും ബ്രേവാണ്. വീക്ക് ദുർബലൻ എന്നാണ് അർത്ഥം. അതായത് ഇത് രണ്ടും ബ്രേവിൻ്റെ അർത്ഥവും ഇത് ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് വിപരീത പദവുമാണ്. കവേർഡ് ഭീരു. അന്റോണിം ഓഫ് ഏൻഷ്യൻ്റ്. ഏൻഷ്യൻറ്റിൻ്റെ ഓപ്പോസിറ്റ് മോഡേൺ എന്നാണ്. ഏൻഷ്യൻ്റ് പുരാതനമായ, മോഡേൺ ആധുനികമായ എന്ന് പറയും. നെക്സ്റ്റ്, സിനോണിം ഓഫ് ഒബ്സലറ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഒബ്സലറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ, ഔട്ട്ഡേറ്റഡ്, യൂസ്ഫുൾ, കറൻറ്റ്. ഒബ്സലറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഔട്ട്ഡേറ്റഡ് എന്നാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആവർത്തിക്കുന്ന ഒരു സിനോണിമാണ്. ഹാർമണി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ കോൺകോഡ് എന്നാണ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഹാർമണി, ഓക്കെ, സൗഹാർദ്ദം എന്നൊക്കെയാണ് അർത്ഥം. ഓപ്പോസിറ്റ് ഡിസ്കോഡ്. കോൺകോഡിൻ്റെ ഓപ്പോസിറ്റും ഡിസ്കോഡാണ്. ഓക്കെ, ഹാർമണിയുടെ അർത്ഥമാണ് എഗ്രിമെൻറ്റ്. ഓക്കെ, ഡിസ്കോഡ് എന്നാണ്. ഡിസ്കോഡ്. അടുത്ത വിസിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. വിസിബിളിൻ്റെ ഓപ്പോസിറ്റ് ഇൻവിസിബിളാണ്. വിസിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. വിസിബിൾ, ഹിഡൻ, അപ്പാരൻ്റ്, ഡാർക്ക്, സീക്രട്ട്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നാണ്. അപ്പം വിസിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്ന വാക്കാണ്. ഡാർക്ക്, ഇരുണ്ട, ഹിഡൻ, ഒളിച്ചിരിക്കുന്ന, സീക്രട്ട്, രഹസ്യ സ്വഭാവമുള്ള എന്നാണ്. അപ്പം അപ്പാരൻ്റ്, അപ്പാരൻ്റിൻ്റെ അർത്ഥം ക്ലിയർ, വ്യക്തമായ, വിസിബിൾ. ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റോണിം ചോദിച്ചിരിക്കുന്നു. ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്. ആർദ്രത, ആർദ്രമായ, ഹ്യൂമിലിറ്റി, ആർദ്രത. മോഡസ്റ്റി, പ്രൈഡ്, സിംപ്ലിസിറ്റി, ഷെയിം. ഹ്യൂമിലിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് വരാൻ സാധ്യതയുള്ള വാക്ക് മോഡസ്റ്റി, മര്യാദ, പ്രൈഡ്, അഹങ്കാരം, സിംപ്ലിസിറ്റി, ഷെയിം, നാണക്കേട്. സിംപ്ലിസിറ്റി ലാളിത്യം. ആൻസർ പ്രൈഡാണ്. എന്താണ് പ്രൈഡ്? ഹ്യൂമിലിറ്റി ആർദ്രമായ, പ്രൈഡ് അഹങ്കാരമായ. ഓക്കെ, പ്രൈഡ്. മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം എന്താണ്? കെയർലെസ്, കെയർഫുൾ, ലേസി, റഫ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. സിനോണിമാ ചോദിച്ചിരിക്കുന്നത് മെറ്റിക്കുലസ്. കെയർലെസ് ആണോ കെയർഫുൾ ആണോ? നിങ്ങൾ പറ. കെയർഫുൾ ആണ്. മെറ്റിക്കുലസിൻ്റെ അർത്ഥമാണ് കെയർഫുൾ. ഓപ്പോസിറ്റാണ് കെയർലെസ്. മെറ്റിക്കുലസ്, കെയർഫുൾ. സ്കേഴ്സിൻ്റെ ഓപ്പോസിറ്റ് അബണ്ടൻറ്റ്. മുമ്പേ പറഞ്ഞതാണ്. അബണ്ടൻറ്റ് ധാരാളം, സ്കേഴ്സ് ദൗർലഭ്യം. ധാരാളിത്വവും ദൗർലഭ്യവും. അടുത്ത കിക്ക് ദ ബക്കറ്റ്, മരിക്കുക എന്നുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എപ്പോഴും ചോദിക്കുന്ന അർത്ഥം മരിക്കുക. പാസ് അവേ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥവും മരിക്കുക എന്നാണ്. ലാസ്റ്റ്, ബ്രീത്ത് വൺ ലാസ്റ്റ്, ബ്രീത്ത് വൺസ് ലാസ്റ്റ്. അവസാന ശ്വാസം വലിക്കുക എന്നുള്ളതും ഡൈ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇതെല്ലാം ഇഡിയംസും ഫ്രേസുമാണ്. അടുത്ത ബ്ലാക്ക് ഷീപ്പ്, കൂട്ടത്തിൽ ചേരാത്തവനാണ് ബ്ലാക്ക് ഷീപ്പ്. അതായത് കുടുംബത്തിൽ ചേരാത്തവൻ, ഓഡ് വൺ എന്നൊക്കെയാണ് അർത്ഥം. ഡിസ്ഗ്രേസ് ഓഫ് എ ഫാമിലി, കുടുംബത്തിന് അപമാനം. ബ്ലാക്ക് കളർ ഷീപ്പ് ഒന്നുമല്ല. എന്നാൽ ഡാർക്ക് ഹോഴ്സ് ഉണ്ട്, പോസിറ്റീവ് അർത്ഥമാണ്.
നല്ല ക്വാളിറ്റീസ് ഒരുപാടുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല, അവനെയാണ് ഡാർക്ക് ഹോഴ്സ്. എ പേഴ്സൺ വിത്ത് ഹിഡൻ ക്വാളിറ്റീസ്. നെക്സ്റ്റ്, ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്ലീപ്പ് ഏർലി, വർക്ക് ലേറ്റ് നൈറ്റ്, ബേൺ ഓയിൽ, കുക്ക് അറ്റ് നൈറ്റ്. ഏതായിരിക്കും? വർക്ക് ലേറ്റ് നൈറ്റ് ആയിരിക്കും. ആണോ? വർക്ക് ലേറ്റ് നൈറ്റ് ആണ് കറക്റ്റ്. ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിലും വർക്ക് ചെയ്യുക എന്ന് പറയും. വൈറ്റ് എലിഫൻറ്റ് വെള്ളാന എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും സാധനം, പക്ഷെ ഒരു ഉപയോഗമില്ല. വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അതിനകത്ത് കോസ്റ്റ്ലി ആണ് പക്ഷേ ഉപയോഗമില്ലാത്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യ ലോകത്തെയാണ് കാണിക്കുന്നത്. പുറമേ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് കിടക്കും. രാഷ്ട്രീയക്കാരൊക്കെ അവരെയൊക്കെ ഉദ്ദേശിച്ച് ആ സിനിമയിൽ അങ്ങനെ ചെയ്യുന്നു. കോസ്റ്റ്ലി ബട്ട് യൂസ്ലെസ്. വൈറ്റ് എലിഫൻറ്റ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞ അർത്ഥം സ്പിൽ ദ ബീൻസും ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗും. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ഇതിൻ്റെ എല്ലാ അർത്ഥം സീക്രട്ട് എന്നാണ്. രഹസ്യം പുറത്തു വരിക എന്നാണ്. റിവീൽ എ സീക്രട്ട്, രഹസ്യം പുറത്താകുക എന്നുള്ളതാണ്. സ്പിൽ ദ ബീൻസ് പഠിച്ചോണം. ലയൺ ഷെയർ, സിംഹഭാഗം. മേജർ പോർഷൻ ഓഫ് സംതിങ്, മേജർ പാർട്ടിനെയാണ് ലയൺ ഷെയർ എന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ഇൻ കൺഫ്യൂഷൻ, പെർഫെക്റ്റ് ഓർഡർ, 7 days. കൺഫ്യൂഷനാണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞ അർത്ഥം കൺഫ്യൂഷൻ, സംശയം എന്നാണ് അർത്ഥം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുക, അതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഡു എക്സാക്ട്ലി റൈറ്റ് തിങ്, ശരിയായ ദിശയിൽ കാര്യങ്ങൾ പറയുക, നേരെ പോവുക, അതൊക്കെയാണ്. ഓക്കെ, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഈ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു അത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് പഠിക്കുക. ബ്ലൂ ബ്ലഡ്, ബാഡ് ബ്ലഡ് ഉണ്ട്. ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അശുദ്ധ രക്തമൊന്നുമല്ല, ഇൽ ഫീലിംഗ്, വിദ്വേഷം, അതാണ് ഇൽ ഫീലിംഗ്. ബ്ലൂ ബ്ലഡ് എന്താണ്? ബ്ലൂ കളർ ബ്ലഡ്, നോബിൾ ബർത്ത്, സിക്ക് പേഴ്സൺ, പുവർ മാൻ. അതേതാ? നോബിൾ ബർത്ത് ആണ് ബ്ലൂ ബ്ലഡ്. നോബിൾ ബർത്ത്, കുലീനമായ ജനനം, കുലീനമായ കുടുംബത്തിൽ ജനിക്കുന്നതിനെയാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫോർ കോറൽ. ഇപ്പം ആദമും ഹവ്വായും തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം എന്തായിരുന്നു? ആപ്പിളായിരുന്നു. ആഡംസ് ആപ്പിൾ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ബന്ധം പിരിയാനുള്ള കാരണം, വഴക്കിനുള്ള കാരണം, കോസ് ഓഫ് കോറൽ. അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കുണ്ട്, അറിയാമോ? ബോൺ ഓഫ് കണ്ടൻഷൻ. അതായത് ബോൺ ഓഫ് കണ്ടൻഷൻ ചോദിക്കും പരീക്ഷയ്ക്ക്. ബോൺ ഓഫ് കണ്ടൻഷനും ആപ്പിൾ ഓഫ് ഡിസ്കോർഡും ഒന്ന് തന്നെ. ബോൺ ഓഫ് കണ്ടൻഷൻ കാശ്മീർ ഈസ് ദ ബോൺ ഓഫ് കണ്ടൻഷൻ ഇൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിലുള്ള ബോൺ ഓഫ് കണ്ടൻഷനാണ് എന്ത്? പിന്നെ കാശ്മീർ, അതായത് തർക്കത്തിനുള്ള കാരണം, കോസ് ഓഫ് കോറൽ പഠിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൊത്തം 50 ചോദ്യങ്ങൾ. അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിരിക്കും അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സുഖമില്ല, അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് താഴ്ത്തി പറഞ്ഞത്. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്പറിൽ വേരിയേഷൻ വന്നത്. പക്ഷേ മൊത്തം 50 ചോദ്യങ്ങളുണ്ട്. സോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. എൻ്റെ ക്ലാസ്സുകൾ പലരിലേക്കും എത്തുന്നില്ല, അത് നിങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബുക്ക് വാങ്ങിക്കുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. സോ അടുത്ത പാർട്ടും 4ാമത്തെ പാർട്ടുമായിട്ട് എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.